ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച അല്ലെങ്കിൽ പരിചയപ്പെടാൻ ശ്രമിച്ച ആ ശ്ലോകത്തിൽ ആദ്യത്തെ ഒരു വരി മാത്രമാണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് നോക്കിയത്. അപ്പോൾ അടുത്ത വരിയിൽ ഗുരു പറയുകയാണ്, മനമലർ കൊയ്ത് മഹേശ പൂജ ചെയ്യുന്ന മനുജന് മറ്റൊരു വേല ചെയ്തിടേണ്ട. മനുഷ്യൻ. അപ്പോൾ ഇങ്ങനെ മനസ്സ് പരിപൂർണമായി നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ അവന് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. മനുഷ്യനാണ്, പക്ഷേ മനുഷ്യൻ്റെ രൂപമുള്ളവരെല്ലാം മനുഷ്യരല്ല എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. മനുഷ്യരൂപേണ മൃഗാഹ ചരന്തി എന്നൊക്കെ മഹർഷിമാർ സൂചിപ്പിക്കാറുണ്ട്. രൂപം മാത്രമാണ് മനുഷ്യൻ്റെ, പക്ഷെ അവന് ആ ഗുണങ്ങൾ, മനുഷ്യൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ കാണുന്നില്ല. അപ്പോൾ മനുഷ്യൻ്റെ ഗുണം ഉള്ളവൻ ഈ രീതിയിൽ പൂജകൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ മനസ്സിനെ പരിപൂർണമായി സമർപ്പിച്ചു കഴിഞ്ഞാൽ അവൻ ബാഹ്യമായിട്ടുള്ള പൂജകളിലേക്ക് പിന്നെ പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള മഹർഷിമാർ സൂചിപ്പിച്ചിട്ടുണ്ട്, മതം സാക്ഷാത്കാരം നേടിയവന് പ്രമാണമല്ല, മറിച്ച് മതത്തിന് സാക്ഷാത്കാരം നേടിയവനാണ് പ്രമാണം. അപ്പോൾ ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം എന്നൊക്കെ പറയുന്നത് അവർക്ക് ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന മതങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. കാരണം മതങ്ങളിൽ ഒരുപാട് ആചാരങ്ങളും അനാചാരങ്ങളും വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും നിലനിൽക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ സനാതനത്തെക്കുറിച്ചും സനാതനധർമ്മത്തെക്കുറിച്ചും അതുപോലെ മറ്റു പല വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ സമൂഹത്തിൽ നമ്മൾ കണ്ടിരുന്നു. ഈ ചർച്ചകൾ നടത്തുന്നവരാരും തന്നെ ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതിയെ മനസ്സിലാക്കിക്കൊണ്ട് ചർച്ച ചെയ്യുന്നവരല്ല. അവർ സമൂഹത്തിൽ വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ വേണ്ടി ഓരോ വാക്കിനെയും വളച്ചൊടിക്കുകയാണ്. അവരവരുടെ കാഴ്ചപ്പാടിൽ അത് വളച്ചൊടിക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് കൃത്യമായ ഒരു മാർഗരേഖ, ദിശാബോധം എവിടെ കിട്ടുമെന്ന് നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഇതുപോലെയുള്ള വാക്കുകൾ നമ്മളെ നേർരേഖയിൽ നടത്തുന്നത്. പക്ഷെ ആ രീതിയിൽ നമ്മൾ ഗുരുവിനെ സമീപിക്കണം, ഗുരുവിൻ്റെ ആശയത്തെ സമീപിക്കണം, ഗുരുവിൻ്റെ ദർശനത്തെ സമീപിക്കണം. അപ്പോൾ ഇപ്രകാരം ഒരു ആത്മസമർപ്പണം നടത്താൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി ഗുരു പറയുകയാണ്, ഇതല്ലെങ്കിൽ എന്ത് ചെയ്യണം? വനമലർ കൊയ്ത് മഹേശ പൂജ ചെയ്യണം. വനമലർ എന്ന് പറയുന്നത് കാട്ടിലെ ചെടികൾ അല്ലെങ്കിൽ പുറത്തുള്ള പുഷ്പങ്ങൾ എന്നുള്ള അർത്ഥത്തിലല്ല. ഉപരിപ്ലവമായി നമുക്കത് അങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചാലും ആന്തരികമായ അർത്ഥം അതല്ല. കാരണം ആത്മോപദേശ ശതകത്തിലാണ് ഗുരു ഇങ്ങനൊരു പ്രയോഗം നടത്തിയിരിക്കുന്നത് എന്ന് നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഈ വനമലർ എന്ന് പറയുന്നത് ഈ മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങളും അതുപോലെ തന്നെ അന്ധക്കരണവും എല്ലാം ചേർന്നിട്ടുള്ള പൂക്കളാണ്. അതിനെ ഇറുത്ത് കളയണം. അതിനെ ഇറുക്കുമ്പോൾ അപ്പോൾ നമ്മളുടെ വാസനകളെ, അതിനകത്ത് കെട്ടിക്കിടക്കുന്ന ദുർവാസനകൾ, ചീത്ത സംസ്കാരങ്ങൾ, ഇതെല്ലാം പൂക്കളാണ്. ഈ വനമലർ ആണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ പറിച്ച് അർപ്പിക്കേണ്ടത്. മുൻപ് മനമലർ പറഞ്ഞു. അപ്പോൾ മനസ്സാകുന്ന പുഷ്പത്തെ സമർപ്പിക്കണം. ഇവിടെ അത് ആ രീതിയിൽ സാധിക്കാതെ വരുമ്പോൾ നമ്മുടെ ഈ ജീവൻ അല്ലെങ്കിൽ ഈ മനസ്സിൽ കുടികൊള്ളുന്ന ഓരോ ചീത്തയായിട്ടുള്ള പുഷ്പങ്ങളെയും, അതാണ് വനമലർ എന്ന് പറയുമ്പോൾ കാട്ടിലെ പുഷ്പങ്ങൾ. അപ്പോൾ അതിനെ നമ്മൾ അങ്ങനെ എടുത്ത് പൂജ ചെയ്യേണ്ടി വരുന്നത് അത് വലിയ ഒരു മാറ്റങ്ങൾ നമ്മളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ പൊതുവേ പെട്ടെന്ന് ആളുകൾ അതിനെ മനസ്സിലാക്കിയിരിക്കുന്നത്
മനസ്സ് സമർപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ബാഹ്യമായിട്ടുള്ള പുഷ്പങ്ങൾ ഇറുത്ത് കൊണ്ട് സമർപ്പിച്ചാൽ മതി എന്നുള്ളതാണ്. പക്ഷേ ഈ സമർപ്പണം എന്ന് പറയുന്നത് ബാഹ്യമായിട്ടുള്ള ഒരു ദേവതയിലല്ല, മറിച്ച് അകത്ത് കുടികൊള്ളുന്ന ആ ചൈതന്യത്തിൽ തന്നെയാണ്. അതുതന്നെയാണ് ഇവിടെ നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത്. ആ ചൈതന്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഇങ്ങനെയുള്ള നമ്മളുടെ ജന്മജന്മാന്തരങ്ങളായി നമ്മളെ പിന്തുടരുന്ന വാസനകൾ, ചീത്ത ഗുണങ്ങൾ, നമ്മളിൽ തമോ ഗുണവും രജോ ഗുണവും ഒക്കെ അതിശക്തമായിട്ട് നിൽപ്പുണ്ട്. അതിനെ ബന്ധപ്പെട്ട് കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ഒക്കെ നമ്മളെ വഴിതെറ്റിച്ച് കൊണ്ടുപോകാറുണ്ട്. എത്രയോ കാട്ടുപുഷ്പങ്ങളാണ് അതുപോലെ നമ്മിൽ കുടികൊള്ളുന്നത്. അതിനെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ അറുത്ത് നമ്മൾ പൂജ ചെയ്യണം. അത് ദിവസവും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ദിവസവും നമ്മൾക്ക് ജപത്തിലൂടെയും ധ്യാനത്തിലൂടെയും വെറും കണ്ണടച്ചിരിക്കുക എന്നുള്ളത് ധ്യാനമല്ല, മറിച്ച് ഇതുപോലെയുള്ള ഈ ആവശ്യമില്ലാത്ത വസ്തുക്കളെ നിരന്തരമായി ഇല്ലായ്മ ചെയ്യുക എന്നുള്ള പ്രക്രിയയാണ് ശരിക്കുള്ള ധ്യാനം. ആ ധ്യാനത്തിൽ സംഭവിക്കേണ്ടതും ഇപ്രകാരം തന്നെയാണ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ മനസ്സ് ഏറ്റവും ശുദ്ധമായിട്ട് ഭവിക്കുന്നത്. തീർച്ചയായിട്ടും ആ നിർമ്മലമായിട്ടുള്ള ഒരു മനസ്സിൻ്റെ ഉടമ ആകണമെങ്കിൽ ഈ കാട്ടുപൂക്കളെല്ലാം നമ്മൾ പറിച്ച് മഹേശന് പൂജ ചെയ്യണം. അപ്പോൾ യഥാർത്ഥ മനുഷ്യരായിട്ട് മാറുമ്പോൾ ഈ കാണുന്നതെല്ലാം ഈശ്വരാർപ്പണമാണ്, ഈശ്വരൻ തന്നെയാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് അവന് ഉണരാനും സാധിക്കും. തീർച്ചയായിട്ടും നമ്മൾക്കെല്ലാവർക്കും ആ ഒരു തലത്തിലേക്ക് എത്തിപ്പെടുവാൻ സാധിക്കട്ടെ. എവർക്കും നമസ്കാരം.